നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജൻറ്റീനയും തമ്മിൽ നടക്കാനിരിക്കുന്ന ഫൈനൽ പോരാട്ടം വളരെ ആവേശത്തോടു കൂടിയാണ് ഫുട്ബോൾ പ്രേമികൾ നോക്കിക്കാണുന്നത്. നിലവിൽ അതിനുവേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ഫിഫ ഡേറ്റ് മാർച്ച് അവസാനത്തിലാണ്. അതേസമയം അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. കാരണം സ്പെയിന് നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടിയില്ലെങ്കിൽ അവരെങ്ങാനും പ്ലേ ഓഫിലേക്ക് വീണുപോയാൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കേണ്ടതും അതേ ഡേറ്റിലാണ്. അങ്ങനെ വന്നാൽ പിന്നെ ജൂണിൽ വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു സമയം, സാധാരണ വാമപ്പ് മത്സരങ്ങളൊക്കെ കളിക്കുന്ന സമയമുണ്ടല്ലോ വേൾഡ് കപ്പിന് മുമ്പത്തെ, അപ്പോൾ ഫൈനലിസിമ നടത്താനാണ് പിന്നെ സമയം കിട്ടുകയുള്ളൂ. എന്നാൽ രണ്ട് ടീമിനും ആ സമയത്ത് നടത്താൻ താല്പര്യമില്ല. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഒരു ഹൈ പ്രൊഫൈൽ മത്സരം കളിച്ച് പരിക്ക് വരുത്തി വെക്കാനും മറ്റുമൊന്നും ടീമുകൾ തയ്യാറാവില്ല. അപ്പോൾ മാർച്ചിൽ നടന്നെങ്കിലേ നടക്കുകയുള്ളൂ. അത് നടക്കാനാണ് സാധ്യത. നടക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സ്പെയിന് നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാലേ അങ്ങനെ സംഭവിക്കൂ. നിലവിലെ സാഹചര്യത്തിൽ സ്പെയിനിൻ്റെ ടീമും മികവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത കുറവാണ്. നേരിട്ട് അവർ യോഗ്യത കൊണ്ടുപോകും. പിന്നെ മാർച്ചിൽ ഈ ഫൈനലിസിമ കളിക്കുകയും ചെയ്യും. അപ്പോൾ എവിടെയാണ് വേദി, ഏത് വേദിയിലായിരിക്കും ഫൈനലിസിമ നടക്കുക? ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഫൈനൽ തീരുമാനം കോൺമെബോളോ യുവേഫയോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അർജന്റീൻ മാധ്യമം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന 4 വേദികളാണ് പരിഗണിക്കുന്നത് എന്ന വാർത്തയാണ്. ഈ വേദികളുടെയൊക്കെ പ്രോസ് ആൻഡ് കോൺസ് അവർ വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഒന്ന് ലണ്ടനാണ്. ലണ്ടൻ എന്ന് പറഞ്ഞാൽ 2022 ഫൈനലിസിമ നടന്നത് വെംബ്ലിയിലായിരുന്നു. സോ അതിൻ്റെ ഒരു റിപ്പീറ്റ് നമുക്കവിടെ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ പിന്നെ പരിഗണിക്കുന്നത് ദോഹയാണ്, ഖത്തറിൻ്റെ ക്യാപിറ്റൽ. കഴിഞ്ഞ വേൾഡ് കപ്പ് അവിടെയാണ് ഹോസ്റ്റ് ചെയ്തത്. പിന്നെ ഒന്ന് റിയാദാണ് പോസിബിൾ വെന്യൂ. റിയാദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഫുട്ബോൾ ലോകത്ത് അവർ വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സൗദി അറേബ്യ. ടോപ്പ് ലെവൽ ഇവൻറ്റ്സ് അവരിപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ലെവലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മോണ്ടിവീഡിയോ ആണ്. മോണ്ടിവീഡിയോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പം ഫുട്ബോളുമായി ബന്ധപ്പെട്ട് 2030 വേൾഡ് കപ്പ് അവിടെയാണ് ഉദ്ഘാടന മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവേശമുണ്ട്. വളരെയധികം ഇമോഷണലി സൗത്ത് അമേരിക്കക്കാർക്ക് പ്രാധാന്യമുള്ള നഗരം കൂടിയാണ്. അപ്പോൾ ഈ 4 നഗരങ്ങളെ പരിഗണിക്കുമ്പോൾ ഓരോ നഗരങ്ങൾക്കും ഈ ഗുണവും ദോഷവുമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഫൈനലിസിമ ലണ്ടനിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്കൽ ആൻഡ് സ്പോർട്ടിംഗ് അഡ്വാൻറ്റേജ് അവിടെയുണ്ട്. അത് അർജൻറ്റീന ടീമിനും സ്പെയിനും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അർജൻറ്റീനയുടെ മെജോറിറ്റി ഓഫ് ദി പ്ലെയേഴ്സ് യൂറോപ്പിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെംബ്ലിയിൽ കളിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാവും. പിന്നെ വെംബ്ലിയിൽ കളിക്കുമ്പോൾ അവിടുത്തെ വളരെ വേൾഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ 2022 ഫൈനലിസിമ നടത്തിയ പരിചയമുണ്ട്. സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. താരങ്ങൾക്ക് മിനിമൽ ജെറ്റ് ലാഗിൽ തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ ആൽബി സെലസ്റ്റെ ഫാൻസ്, അർജൻറ്റീനയിൽ നിന്നുള്ള ഫാൻസിന് ഇത് വളരെ എക്സ്പെൻസീവായിട്ടൊരു ട്രിപ്പായിരിക്കും സമ്മാനിക്കുക. അല്ലെങ്കിൽ പിന്നെ മോണ്ടിവീഡിയോ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചു വരും. ഇതൊരു സിംബോളിക് ഓപ്ഷനാണ്. അർജൻറ്റീൻ പബ്ലിക്കിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. കാരണം ജിയോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി അവർക്ക് തൊട്ടരികിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാം. അതോടൊപ്പം തന്നെ എസ്റ്റാഡിയോ സെൻറ്റനാരിയോയിലെ ഒരു അറ്റ്മോസ്ഫിയർ ഫുട്ബോളിന് എന്തുകൊണ്ടും വലിയ ആവേശം പകരുന്ന അറ്റ്മോസ്ഫിയറുമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് സ്പെയിന് ട്രാവൽ ചെയ്ത് പോകണം. അപ്പോൾ അത് ഒരു ഡബിൾ ട്രിപ്പ് എന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. ക്ലബ്ബുകൾ ഇത് സീസണിൻ്റെ നടുവിൽ വെച്ച് നടക്കുന്നൊരു കളിയായതുകൊണ്ട് ഇതിനെ ഒപ്പോസ് ചെയ്യാനുള്ളൊരു സാധ്യതയുമുണ്ട് അവിടെയാണ് വെന്യൂ എങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ദോഹയും റിയാദും 2 വേദികൾക്കും എലൈറ്റ് ഫെസിലിറ്റീസുമുണ്ട്, ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയുമുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വേദിയായിരിക്കും ഫൈനലിസിമയ്ക്ക് വേണ്ടി തീരുമാനിക്കുക. കൂടുതൽ സാധ്യത യൂറോപ്പിൽ വെച്ച് നടക്കാനാണ് എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ലണ്ടനിൽ വീണ്ടും ഫൈനലിസിമ നടന്നേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.